നമ്മൾ ഈ ഇമോഷണൽ രീതിയിൽ വെച്ച് പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പല സമയത്തും നമുക്ക് കഴിയില്ല. കാരണം പല സമയത്തും ഒന്നല്ല, ദാറ്റ്സ് നോട്ട് റൈറ്റ് ആക്ച്വലി. ഒരു റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണ് കോർട്ടുള്ളത്. അപ്പോൾ കോർട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസിനെ കൊണ്ടുവരാറുണ്ട്. ഇടയ്ക്ക് ഈ എന്താ പറയുക, സംസാരത്തിൻ്റെ ഇടയ്ക്ക് കുഴഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ദിസ് ടൈം അതുപോലെ ഒരു ഏകദേശം ഒരു 50s ഒരു ഫീമെയിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കൂടെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്, അവരുടെ ഈ ലേഡിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മൾ വാച്ച് ചെയ്തപ്പോൾ മനസ്സിലായി പേഷ്യൻ്റ് ഒരു കുഴപ്പമില്ല. അതായത് ആ ടെൻഷനിൽ കിടക്കുന്ന ഒരു കിടപ്പാന്ന് മനസ്സിലായി. ബിക്കോസ് ആ കണ്ണൊക്കെ ഫോഴ്സ്ഫുള്ളായിട്ട് ബ്ലിങ്ക് ചെയ്ത് വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായിരുന്നു, ഓക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, അവർക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം കാര്യങ്ങളെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും സിസ്റ്റർ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, അത് മാഡം അവർക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. അതായത് സ്വന്തം മോളെ കാണാൻ കോടതി അനുവദിക്കുന്നില്ല, ഒരു വിഷയമുണ്ട്, കോടതി മോളെ കാണാൻ അനുവദിക്കുന്നില്ല, അതിൻ്റെ വിഷമത്തിൽ ആണ് അവർ കുഴഞ്ഞു വീണതെന്ന് ഞാൻ കേട്ടു. എനിക്കും തോന്നി അയ്യോ കഷ്ടം, അപ്പോൾ സങ്കടം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ ആ രീതി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അവരുടെ അഡ്വക്കേറ്റ് വരുന്നത്. അപ്പോൾ അവരുടെ അഡ്വക്കേറ്റ് വന്ന് സംസാരിച്ചു. എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, മാഡത്തിന് ഇത് കേസ് എന്താണെന്നറിയോ? ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഒരു 8 വയസ്സുള്ള കുട്ടി, ഇത് 10 കൊല്ലം മുമ്പേ ഉള്ള കേസാണ്. അന്ന് ഒരു കുട്ടിക്ക് 8 വയസ്സും ഒരു കുട്ടിക്ക് 10 വയസ്സും. ഈ സമയത്ത് ഇവർ പിമ്പാണ്. അപ്പോൾ ഇവർ ഈ കുട്ടികളെ ഇതിനായി യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് പുറമേക്ക് വന്ന് കേസായി ഈ കുട്ടികളെ കോടതി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ 2 പെൺകുട്ടികളിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഇവർക്ക് ഇപ്പോൾ വെച്ചാൽ 10 കൊല്ലത്തിന് ശേഷം ഇവർക്ക് ഒരു കുട്ടി അവർക്ക് തിരിച്ചു വേണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇവർ. പക്ഷെ നമുക്കറിയാം ഇവരുടെ മോറൽ സൈഡ് ഇസ് ടു ബാഡ്. ഈ രീതിയിൽ ഈ മോറൽ സൈഡ് ബാഡാണ്, ഭയങ്കര നമുക്ക് ആർക്ക് കേട്ടാലും നമുക്ക് ദേഷ്യം വരും. പക്ഷെ വി ആസ് എ ഡോക്ടർ നമുക്ക് ഒരിക്കലും അവരെ ആ മോറൽ സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമുക്ക് അവർക്ക് പേഷ്യന്റിന് എന്താണോ കെയർ കൊടുക്കേണ്ടത് അത് കൊടുത്തേ പറ്റും. നമ്മൾ ബേസിക്കലി ഹിപ്പോക്രാറ്റിക് ഓത്ത് എടുക്കുമെന്ന് നമ്മൾ പറയുന്നതാണല്ലോ. നമ്മൾ ഒരിക്കലും പേഷ്യന്റിനോട്, അതായത് അവരെ എന്തും ആയിക്കോട്ടെ, നമുക്കതൊരു പേഷ്യന്റ് ആണ്, അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാനാണ് ശ്രമിക്കുക. എക്സാക്ട്ലി. പക്ഷേ ഒരു ടെററിസ്റ്റ് ആണെങ്കിൽ കൂടി അതൊരു പേഷ്യന്റ് ആണ്. ഒരാളെ വന്ന് കിടത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർ ചോദിക്കാം നിങ്ങൾ എന്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തു. പക്ഷേ ഒരു ഡോക്ടർ അങ്ങനെയല്ല. യു ഹാവ് ടു ഗിവ് ട്രീറ്റ്മെന്റ് വെൻ നീഡഡ്.